ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താഹീസ് കുക്ക് ബുക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഒരു മട്ടൻ കറിയാണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ആദ്യം തന്നെ മട്ടൻ കറി വെക്കാൻ വേണ്ടി ഞാൻ കുക്കർ എടുക്കുകയാണ്. കുക്കറിൽ ഫസ്റ്റ് ഞാനിവിടെ എടുത്തേക്കുന്നത് നമുക്ക് 3/4 കിലോ അല്ലെന്നുണ്ടെങ്കിൽ 750 ഗ്രാം മട്ടൻ എടുക്കാം. ക്ലീൻ ചെയ്ത് മട്ടൻ ആദ്യം നമ്മൾ കുക്കറിലോട്ട് ഇടുക. ഞാനിവിടെ ഇളം മട്ടനാണ് എടുത്തേക്കുന്നത്. നന്നായിട്ട് കഴുകി വെച്ച് ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത് കഴുകി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മട്ടനിൽ ജസ്റ്റ് ഒരു യെല്ലോയിഷ് കളറ് കാണാൻ പറ്റുക. ഞാനിതിനകത്ത് മഞ്ഞളിട്ട് നന്നായിട്ട് കഴുകി വെച്ചത് നേരെ കുക്കറിലോട്ട് ഇട്ടതിന് ശേഷം ഞാനിവിടെ ആവശ്യത്തിന് 3 ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നല്ല വലിയ ഉള്ളി 3 സൈസ് നമ്മളിതിനെ ചോപ്പ് ചെയ്ത് വെക്കുക. അതിലൊരു കുറച്ച് നമ്മളെടുത്ത് ഈ കുക്കറിനകത്ത് ഇടുക. കുറച്ച് തക്കാളി, നേരത്തെ അരിഞ്ഞ് വെച്ച് തക്കാളിയിൽ നിന്ന് കുറച്ച് തക്കാളി. നോർമലി കറിക്ക് വേണ്ടി 3 തക്കാളി ഞാൻ അരിഞ്ഞിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് മാത്രം എടുക്കുക. എന്നിട്ട് മല്ലിയില, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ പെപ്പർ പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. എന്നിട്ട് കുക്കറിൽ വിസിൽ വരത്തക്ക രീതിയിൽ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുക. ചില മട്ടണിൽ നമുക്ക് അധികം വേവ് വേണ്ട, പെട്ടെന്ന് തന്നെ ഒരു 3-4 വിസിലിൽ വേവും. ചില മട്ടന് നമ്മൾ 6-7 അല്ലെങ്കിൽ 8 വിസിൽ വരെ വേണ്ടി വരും, മട്ടൻ്റെ വേവിനനുസരിച്ച്. ഓക്കെ, അത് കുക്കറിൽ കിടന്ന് വിസിൽ വരട്ടെ. നമുക്കൊരു പാൻ എടുത്തതിന് ശേഷം അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ ഞാൻ. ഓക്കെ, നമുക്കിവിടെ വെളിച്ചെണ്ണ ഒഴിക്കാം. വിസിൽ വന്നിട്ടുണ്ട്, വിസിൽ കുറച്ചുകൂടി വരട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമുക്ക് ഗ്രാമ്പു, പട്ട, ഏലക്ക, അതുപോലെ എക്സ്ട്രാ സ്പൈസസ് ഒക്കെ നമുക്കിതിനകത്ത് ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇല്ല കേട്ടോ. പിന്നെ ഞാൻ അരിഞ്ഞ് വെച്ച വലിയ ഉള്ളി 3 റിമൈനിങ് നമുക്കിതിനകത്ത് ഇട്ട് സോട്ട് ചെയ്യാം. കുറച്ച് ജസ്റ്റ് കൈപ്പിടിയോട് അളവിൽ ഞാൻ കുക്കറിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും, അതിനാണ് അതിനകത്ത് ഇടുന്നത്. ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് തന്നെയാണ് ബെസ്റ്റ്. ഇതിൽ ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക, നന്നായിട്ട് വഴറ്റി കൊടുക്കുക. കുറച്ച് നേരം മൂടി വെച്ച് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. ഞാൻ അരിഞ്ഞ് വെച്ച 2 തക്കാളി, മല്ലിയില ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളി ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് നന്നായിട്ട് വഴന്ന് വരും. കണ്ടോ? അതിന് ശേഷം നമുക്ക് സ്പൈസസ് ഇടാം. കുറച്ചുകൂടി നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മസാലക്കൂട്ടിട്ട് കൊടുക്കാം. മസാലക്കൂട്ടുകൾ ഞാൻ മെയിൻലി 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെപ്പർ പൊടി, 2 ടീസ്പൂൺ മീറ്റ് മസാല. പിന്നെ സ്പെഷ്യലായിട്ട് ഞാൻ ഒരു പണിയും കൂടി ചെയ്യാറുണ്ട്. 1/2 ടീസ്പൂണോളം ചിക്കൻ മസാലയും കൂടി ഞാൻ ആഡ് ചെയ്യും കേട്ടോ. അത് നിങ്ങൾക്ക് രണ്ടാമത് കാണാം. ഞാൻ നമ്മുടെ മല്ലിയിലയും കറി ലീഫും ഇട്ടതിന് ശേഷം ഞാൻ എക്സ്ട്രാ കുറച്ച് ആഡ് ചെയ്യും, കുറച്ചുകൂടി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് കുറച്ച് ഞാനിവിടെ ചിക്കൻ മസാലയാണ് ആഡ് ചെയ്തത്. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂൺ നിങ്ങൾക്ക് ഗരം മസാല ആഡ് ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഹോട്ട് വാട്ടർ യൂസ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല മണം വരുന്നുണ്ട്, ഇളക്കി കൊടുക്കുക. സാൾട്ട് പാകം ഉണ്ടോ എന്ന് നോക്കുക, ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഇല്ലെങ്കിൽ ആഡ് ചെയ്യുക. ഒരു ലൈം, 1/2 ലെമൺ ജ്യൂസ് അതിലോട്ട് ഒഴിക്കുക. അടച്ച് വെച്ച് എണ്ണ തെളിയും വരെ ഒന്ന് ഇതാക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക. കുക്കറിൽ നിന്ന് നമുക്ക് മട്ടൺ സെറ്റായിട്ടുണ്ട്. ആ വെള്ളത്തോട് തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുകയാണ് കേട്ടോ. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് തിക്ക് ഗ്രേവി ആവണം. നമുക്കിതിനകത്തുള്ള വെള്ളമൊക്കെ ഒന്ന്
വറ്റി എണ്ണ തെളിയും വരെ മാക്സിമം എത്രത്തോളം നമുക്കത് നല്ല രീതിയിൽ വഴറ്റി കൊടുത്ത് അതുവരെ വഴറ്റുന്നവരെ ടേസ്റ്റ് കൂടും കേട്ടോ. പിന്നെ ഒരു ചെറിയ പൊടിക്കൈ ചെയ്യുന്ന നിങ്ങളെല്ലാവരും ചെയ്യുന്നതായിരിക്കും, ജസ്റ്റ് ഷുഗർ, പിഞ്ച് ഓഫ് ഷുഗർ, പഞ്ചസാര ഞാനത് ലാസ്റ്റ് ആഡ് ചെയ്യും. നല്ല ടേസ്റ്റാണ് കേട്ടോ, അങ്ങനെ ആഡ് ചെയ്ത് നോക്കുക കേട്ടോ. കുറച്ച് മാത്രം ആഡ് ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. അതിനുശേഷം അടച്ച് വെച്ച് വേവിക്കുക. മട്ടൻ കറി റെഡി. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു വെറൈറ്റി റെസിപ്പിയോടുകൂടി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.